ഹലോ, തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയ എൻ്റെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ ഇത്. ഇതാണ് പടിഞ്ഞാറ് ഗോപുരനട. ഇതിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതാണ് ശ്രീമൂലസ്ഥാനം. ഇവിടെയാണ് ശിവൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്. കഴിവതും നേരത്തെ പോകാൻ നോക്കിയോളൂ കേട്ടോ. ഞാനും അമ്മയും കൂടിയാണ് പോയത്. ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് വൈകി. അപ്പോൾ അതുകൊണ്ട് നട അടച്ചിട്ടൊക്കെയായിരുന്നു. അപ്പോൾ പോകുമ്പോൾ എപ്പോഴും നേരത്തെ പോകാൻ ശ്രമിക്കുക. നാലമ്പലത്തിൻ്റെ അടുത്ത് തന്നെ കൂത്തമ്പലം, അതുപോലെ ഗോശാല കൃഷ്ണൻ്റെ പ്രതിഷ്ഠയും കാണാൻ പറ്റും. ഇതാണ് അർജുന വിൽക്കുഴി. അർജുനൻ്റെ വില്ല് കൊണ്ടുണ്ടായ കുഴിയെന്നാണ് ഇതിൻ്റെ ഒരു സങ്കല്പം. ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഗോശാല കൃഷ്ണനെയാണ്. കാണുന്നതാണ് കൂത്തമ്പലം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ പരശുരാമൻ. പിന്നെ അതിനുശേഷം പ്രാർത്ഥിക്കേണ്ടത് വൃക്ഷഭൻ്റെ അവിടെയാണ്. അവിടെ എന്ന് വെച്ചാൽ നമ്മൾ കൈകൊട്ടി ദൈവത്തിന് ഉണർത്തിയതിന് ശേഷമാണ് നമ്മുടെ പ്രാർത്ഥന പറയേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിൽ നിന്ന് എടുത്ത നൂലുകളൊക്കെ ആൾക്കാർ സമർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടു. അതിനുശേഷം സിംഹോദരൻ, അയ്യപ്പൻ, കിരാതമൂർത്തി, നാഗദേവൻ, ആദിശങ്കരൻ എന്നിവരുടെ പ്രതിഷ്ഠയുണ്ട്. അവിടെയാണ് പിന്നെ പ്രാർത്ഥിക്കേണ്ടത്. ഈ കാണുന്നതാണ് വടക്കേ ഗോപുരനട. ഇതിനടുത്തായിട്ട് തന്നെ ശിവൻ്റെ ഒരു പ്രതിഷ്ഠയും കൂടിയുണ്ട്. ഇതാണ് തെക്കേ ഗോപുരനട. വർഷത്തിൽ 2 പ്രാവശ്യം മാത്രമേ തുറക്കുള്ളൂ. ഒന്ന് ശിവരാത്രിക്കും പിന്നെ തൃശ്ശൂർ പൂരത്തിനും. ഇതാണ് വ്യാസശില. ഈ തറയിൽ ഹരിശ്രീ ഗണപതിയെ നമാന്ന് എഴുതണം. ഞങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാലമ്പലത്തിനകത്ത് നന്ദികേശൻ, ശിവൻ, പാർവതി, ഗണപതി, ശ്രീരാമൻ, ശങ്കരനാരായണൻ എന്നിവരുടെ പ്രതിഷ്ഠയാണുള്ളത്. ചുറ്റമ്പലത്തിൻ്റെ പുറത്തായിട്ട് ക്ലോക്ക് റൂം സൗകര്യമുണ്ട്. അതുപോലെ തന്നെ അകത്ത് കുടിവെള്ളം ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.